വഖഫിൽ ചില വിവരങ്ങൾ വരുന്നുണ്ട്. ഭാഗിക സ്റ്റേ എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വേണം. ജിമ്മി, പൂർണ്ണമായിട്ടും അല്ല, പകരം ഭാഗികമായി സ്റ്റേ ഉണ്ട് എന്നുള്ളതാണ്. ഭാഗികമായ സ്റ്റേ എന്ന് പറഞ്ഞാൽ പോലും അത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ്. ജിമ്മി, അരുൺ, മുഴുവൻ പരിഷ്കരണങ്ങളും റദ്ദാക്കണമെന്ന വാദം കോടതി അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഓരോരോ വകുപ്പുകളായി എടുത്ത് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിധി പ്രസ്താവം പൂർത്തിയായിട്ടില്ല. അതിൽ ആദ്യത്തെ കാര്യം പുറത്തു വന്നിരിക്കുന്നു. അതിതാണ് 5 വർഷമെങ്കിലും മുസ്ലിം മതവിശ്വാസിയായുള്ള ആൾക്ക് മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ പറ്റൂ എന്ന പുതിയ വിവാദ ഭേദഗതി കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഇനി അറിയേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വഖഫ് ബൈ ഡീഡ് എന്നത് മാത്രമേ, രേഖാമൂലമുള്ള വഖഫ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വാക്കാലുള്ള വഖഫ് നിലനിൽക്കില്ല. അതിന് മുൻകാല പ്രാബല്യവും ഉണ്ട് എന്ന പുതിയ നിയമ ഭേദഗതിയിലുണ്ട്. അതേക്കുറിച്ച് കോടതി എന്തു പറയുന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്തായാലും ഒന്നുറപ്പാണ്, വഖഫ് നിയമ ഭേദഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, അതായത് മുസ്ലിം വിശ്വാസിയായി 5 വർഷമെങ്കിലും കഴിഞ്ഞാലേ അത് പറ്റൂ എന്നുള്ളത് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അരുൺ, ജിമ്മി, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നിയമത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിവാദമായിട്ടുള്ള വകുപ്പുകളായിരുന്നു അത്. വഖഫ് ചെയ്യുന്നയാൾ 5 വർഷമെങ്കിലും മുസ്ലിം മതവിശ്വാസിയായിരിക്കണം. അത് ഒരു വിവരം കൂടി പുതുതായി വരുന്നുണ്ട്. ഒരു ഭൂമി വഖഫ് ആണോ അല്ലയോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരം, അതും പുതിയ ഭേദഗതിയിലുണ്ടായിരുന്നു. അതും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് വഖഫിന്റെ ബോർഡിന് തന്നെയായിരിക്കും, വഖഫ് ബോർഡിന്റെ കമ്മീഷണർക്ക് തന്നെയായിരിക്കും അധികാരം. നേരത്തെ ഉണ്ടായിരുന്നത് പുനഃസ്ഥാപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർക്കുള്ള അധികാരത്തിനും സ്റ്റേ എന്നുള്ളത് വരുന്നു. നിർണായകമായ 2 സ്റ്റേകളാണ് വരുന്നത്. മുഴുവനായി സ്റ്റേ ഇല്ലെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജിമ്മി, അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ സ്റ്റേ ആണ്. ജിമ്മി നേരത്തെ പറഞ്ഞതുപോലെ 3ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് വഖഫ് ബൈ ഡീഡ്. അതിന് മുൻകാല പ്രാബല്യം, വഖഫ് ബൈ ഡീഡ് മാത്രം അംഗീകരിക്കുകയും വഖഫ് ബൈ വേർഡ് എന്നുള്ളത് അംഗീകരിക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായിരുന്നു ഈ നിയമത്തിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിന് സ്റ്റേ ഉണ്ടെങ്കിൽ ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്നു. ബില്ലിന്റെ ഹൃദയം തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അരുൺ, ഒരു വിവരം കൂടെ വരികയാണ്. മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ആളുകൾ വഖഫ് ബോർഡിന്റെ ഭാഗമായി മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും കോടതിയുടെ തീരുമാനം വരികയാണ്. മുസ്ലിം മതവിശ്വാസിയായുള്ള ആൾക്ക് വഖഫ് ബോർഡിന്റെ തലവൻ സ്ഥാനത്തേക്ക് വരുന്നതിൽ തടസ്സമില്ല എന്ന ഒരു വിശദാംശം കൂടി വരുന്നുണ്ട്. സർക്കാരിന്റെ ആ ഭേദഗതി കോടതി തൽക്കാലം തള്ളിയിട്ടില്ല, അംഗീകരിച്ചിരിക്കുന്നു. അതല്ല, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടയാൾ തലവനാകണമെന്നല്ലേ? മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടയാൾ തലവനാകണമെന്നല്ലോ. ആർക്ക്? മുസ്ലിം വിഭാഗത്തിൽ അല്ലാത്ത ഒരാൾ വഖഫ് ബോർഡിലേക്ക് വന്നാൽ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടയാൾക്കും വഖഫ് ബോർഡിന്റെ തലപ്പത്തേക്ക് വരാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നും അമുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡിന്റെ തലപ്പത്ത് വരാൻ കഴിയുമെന്നുമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭേദഗതികൾ വന്നിരിക്കുന്നു. ഒന്ന്, വഖഫ് ബോർഡിനുണ്ടായിരുന്ന, വഖഫിലെ കമ്മീഷണർക്കുണ്ടായിരുന്ന അധികാരത്തെ റദ്ദു ചെയ്തുകൊണ്ടാണ് കളക്ടർക്ക് അധികാരം നൽകിയത്. ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം കളക്ടറിൽ നിക്ഷിപ്തമായിരുന്നു. ആ അധികാരത്തിൽ ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതും നേരത്തെ വഖഫ് ബോർഡ് ഉന്നയിച്ച പരാതിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. മറ്റൊന്ന്, ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരമനുസരിച്ച് വഖഫ് ചെയ്യുന്നയാൾ 5 വർഷം മുസ്ലിം മതവിശ്വാസിയായിരിക്കണം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു പുതിയ ബില്ലിൽ. എന്നാൽ അത് ആര് തീരുമാനിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മതേതര രാജ്യത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു പലരും ചൂണ്ടിക്കാണിച്ചത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും സുപ്രീം കോടതിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവുക. ഒരാൾ 5 വർഷം മുസ്ലിം മതാചാര പ്രകാരം ജീവിച്ചിരുന്നു അല്ലയോ എന്നുള്ളതിന് തെളിവ് നിങ്ങൾ എങ്ങനെ ഹാജരാക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിയമത്തിന് പൂർണ്ണമായി സ്റ്റേ ഇല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ അപ്പോഴും ഭാഗികമായി സ്റ്റേ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾക്ക് സ്റ്റേ ഉണ്ട്.